ഹായ് വെൽക്കം ടു ടിൻഡർ ടേൽസ്. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം മറക്കണ്ട. ഹലോ, അപ്പോൾ 2:1 റേഷ്യോയിലുള്ള റെസിനായിരുന്നു ഞാൻ എടുത്തത്. അത് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. സ്ലോ മിക്സിങ് ആയിരുന്നു. വീഡിയോ കുറച്ച് ഫാസ്റ്റായിപ്പോയി. പിന്നെ നമ്മൾ ഒരു പാട്ടിലോട്ട് സാൻഡ് ഇടുന്നുണ്ട്. അതായത് റെസിനും ഹാർഡനറും മിക്സ് ചെയ്തതിനകത്തോട്ട് കുറച്ചിൽ സാൻഡ് ഇടുന്നുണ്ട്, കുറച്ചിൽ നമ്മൾ സ്കൈ ബ്ലൂ കളറാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരെണ്ണത്തിൽ നമ്മൾ ഡീപ്പ് ബ്ലൂ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒന്നിൽ വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 പാർട്ടായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓഷ്യൻ തീം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ആ 3 പാർട്ടിലോട്ടും ഓരോരോ കളർ വീതം ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വെക്കണം. പിന്നെ നമുക്കിതിനകത്ത് വേണ്ടുന്ന കുറച്ച് ഷെൽസാണ്. അത് ഞാൻ ബീച്ചിൽ പോയപ്പോൾ അവിടെ നിന്ന് കളക്ട് ചെയ്ത കുറച്ച് ഷെൽസ് ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് കുട്ടിയായിട്ടുള്ള ഷെൽസാണ് എടുത്തത്. പിന്നെ 8 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തത്. 8 ഇഞ്ച് ക്ലോക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോൾഡ് ഒരു ലെവൽ സർഫസിൽ വെച്ചതിന് ശേഷം നമ്മൾ ഓരോ ലെയർ വീതം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സാൻഡിൻ്റെ അവിടെ ഒഴിച്ചായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു മോളിൽ നിന്ന് ഒഴിച്ചു വരാമെന്ന്. അങ്ങനെ അതുകൊണ്ട് ഞാൻ ആദ്യം പിന്നെ ഡീപ്പ് ബ്ലൂ കളർ ഒഴിച്ചു. പിന്നെ ഞാൻ കുറച്ച് സ്കൈ ബ്ലൂ കളറാണ് ഒഴിച്ചത്. പിന്നെ നമ്മൾ ഇത് ലെവൽ സർഫസിലാണല്ലോ വെച്ചേക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു എല്ലാ സൈഡിലോട്ടും ആകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് എവിടെയാണോ ആവശ്യമുള്ളത് അവിടെ കുറച്ച് റെസിൻ ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മൾ ഒഴിക്കുന്ന സമയം തന്നെ കറക്റ്റായിട്ടാണ് കിട്ടിയെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അതിങ്ങനെ ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ചെയ്തപ്പോൾ സാൻഡിൻ്റെ പോർഷനിൽ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ട്രാൻസ്പെറൻറ്റ് റെസിൻ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് സാൻഡ് ഇട്ട് മിക്സ് ചെയ്ത് അവിടെ ഒന്ന് സെറ്റാക്കി എടുത്തു. അവിടെ സെറ്റാക്കിയിട്ട് പിന്നെ ആ കളേഴ്സ് എല്ലാം നോക്കുക, എല്ലാ സൈഡിലേക്കും ഒരുപോലെയാണോ കിട്ടിയതെന്ന് നോക്കുക. അതനുസരിച്ചിട്ട് നമുക്ക് ഇല്ലാത്ത പോർഷനിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കുറച്ച് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ അതിന് നമുക്ക് വേവ്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ വേവ്സ് ക്രിയേറ്റ് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പരിപാടിയാണ്. കുറച്ച് ഇങ്ങനെ ഡ്രോപ്പായിട്ട് ഒഴിക്കുക. അതിനുശേഷം ഇങ്ങനെ ബ്ലോ ചെയ്ത് കൊടുത്താൽ അത് വരും. ഇപ്പം ഞാൻ ഫ്രണ്ട് പോർഷനിൽ മാത്രം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ എനിക്ക് മനസ്സിലായ ബ്ലോ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വരത്തുള്ളൂ. അപ്പം നമ്മൾ കുറച്ച് ബ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ സ്ട്രോ ഉണ്ടാക്കിയിട്ട് നമ്മൾ അത് വെച്ചിട്ട് ബ്ലോ ചെയ്ത് കൊടുത്തു. കാരണം നമ്മുടെ കയ്യിൽ ബ്ലോ ചെയ്യുന്ന എക്യുപ്മെൻറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അത് ചെയ്തു. ഇനി കുറച്ച് ബാക്ക് സൈഡിലോട്ടും കൂടെ കുറച്ച് വേവ്സിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ പേപ്പർ സ്ട്രോ കൊണ്ട് തന്നെ ബ്ലോ ചെയ്ത് ആ വേവ് ഫോമിലോട്ട് എത്തിക്കണം. അപ്പോൾ ആദ്യം ഒഴിച്ചതിൻ്റെ മണ്ടേ കുറച്ചുകൂടി വേവ്സ് നല്ല വൈറ്റ് കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ലെയറും കൂടെ വൈറ്റ് ഒഴിച്ചു കൊടുത്തായിരുന്നു. എന്നിട്ടാണ് ഞാൻ ആ പേപ്പർ സ്റ്റോ കൊണ്ട് നന്നായിട്ട് ബ്ലോ ചെയ്യുന്നത്. ആ ബ്ലോ ചെയ്യുന്നത് കുറച്ച് ടഫുള്ള പരിപാടിയാണ്. കാരണം ഇത് കുറച്ച് ഹാർഡ് ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് നീങ്ങിപ്പോവില്ല. അപ്പം കുറച്ച് നല്ല ഫോഴ്സിൽ നമ്മൾ ബ്ലോ ചെയ്യണം. ബ്ലോ ചെയ്തിട്ട് അതൊന്ന് ബ്ലോ ചെയ്തിട്ടും ശരിയാവുന്നില്ലെങ്കിൽ ഇതുപോലെ സ്റ്റിക്കൊക്കെ ഇട്ട് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഈ റെസിനകത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിക്കൊക്കെ ഇട്ട് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് നല്ല ഓരോരോ ഫോംസ് ഇങ്ങനെ വരുമല്ലോ. അതായത് ഓരോ പാറ്റേൺസ് ഇങ്ങനെ വരും. അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ പോർഷനിലും ഒന്ന് ബ്ലോ ചെയ്ത് അവസാനം ഇങ്ങനെ കിട്ടി. പിന്നെ കുറച്ച് ഷെൽസൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെയൊക്കെ വെക്കുക. അതിന് ശേഷം നമ്മൾ മോൾഡ് ചെയ്യാൻ വെച്ചു. 24 hours കഴിഞ്ഞിട്ട് മോൾഡ് ചെയ്ത് മാറ്റുന്നുണ്ട്. മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഇതിൻ്റെ ക്ലോക്കിൻ്റെ മെഷീനും ക്ലോക്കിൻ്റെ ഹാൻഡിൽസും ഒക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഫൈനലായിട്ട് നമുക്ക് ഇങ്ങനെയാണ് റിസൾട്ട് കിട്ടിയത്. അപ്പോൾ ഈ റിസൾട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ